ഹലോ, വെൽക്കം ബാക്ക്. അടിപൊളി ഒരു ഗ്രീൻ ചിക്കൻ കറി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ എല്ലാം നല്ല കോമ്പിനേഷനായിട്ട് പോകുന്നൊരു കറിയാണ് കേട്ടോ. അതുമാത്രമല്ല, ഇതുണ്ടാക്കാൻ ഉള്ളിയോ തക്കാളിയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിന്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കൈ നിറച്ചും, അത്രയേ ഉള്ളൂ, കണക്കൊന്നുമില്ല. പിന്നെ അതേ അളവിൽ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും സെയിം അളവിൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ പച്ചമുളക് എടുത്തിട്ടുള്ളത്, ഇത് ഞാൻ വലിയൊരു പച്ചമുളക് എടുത്തിന്. അപ്പോൾ ചെറുതാണെങ്കിൽ 1-2 എരിവ് നോക്കിയിട്ട് എടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണം. ഇതിപ്പോൾ പേസ്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പം ചേർക്കുന്നില്ല. നിങ്ങളടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇത് ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ അധികം അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കലാം. ചിക്കനിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് ഞാനിപ്പം ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ അങ്ങനെ മസാലാസൊന്നും നമ്മളങ്ങനെ ചേർക്കില്ല കേട്ടോ ഈ ഒരു കറിയിൽ. ഇനി ഞാനിപ്പം ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി പച്ചമുളക് അരച്ചത് കൊണ്ട് നോക്കി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് നല്ല സ്പൈസി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂണെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ ഇടാണ്ട് മാറ്റി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പം ഡയറക്റ്റ് നേരത്തെ പുതിനൻ്റെ കൂടെ ചേർത്തതാണെങ്കിൽ ആ മിക്സ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഞാൻ അരച്ചെടുത്ത മല്ലിയില പുതിനയില പേസ്റ്റും കൂടി ഞാൻ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അരച്ച ഫുൾ പേസ്റ്റും ഈ ചിക്കനിലേക്ക് തന്നെ ആഡാക്കി കൊടുക്കുന്നത്. ഇനി ഞാൻ യോഗട്ട് ഇട്ട് കൊടുക്കുന്നത്. യോഗട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. യോഗട്ട് കുറച്ച് അധികം തന്നെ വേണം. കാര്യം ഈ ഒരു കറിയിൽ നമ്മൾ പറഞ്ഞ പോലെ ഉള്ളി തക്കാളി ഒന്നും ചേർക്കില്ല. ഈ യോഗട്ട് പിന്നെ നമ്മൾ അരച്ചെടുത്ത ഈ ഒരു പേസ്റ്റ് പിന്നെ ഗരം മസാല ഇതെല്ലാം ഇതിൽ മെയിനായിട്ട് ഫ്ലേവർ കൊടുക്കുന്ന ഐറ്റംസ്. അപ്പോൾ ഈ യോഗട്ട് കുറച്ച് അധികം തന്നെ എടുക്കാം. പിന്നെ ഈ ഒരു ചിക്കന് ഹരിയാലി ചിക്കൻ എന്നും കൂടി പേരുണ്ട് കേട്ടോ. പക്ഷേ ഇത് എക്സാക്റ്റ് ഹരിയാലി ചിക്കൻ അല്ല. ഹരിയാലി ചിക്കൻ ആണെങ്കിൽ മയണൈസ് എല്ലാം ചേർക്കും, ഫ്രഷ് ക്രീം എല്ലാം ചേർക്കും. അപ്പം ഞാനിപ്പം അതൊന്നും ഇല്ലാണ്ട് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹരിയാലി ചിക്കൻ എന്ന് പറയാത്തത്. ഇനി ചിക്കനിൽ നല്ലോണം മസാലകളൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ വെച്ചോ. ഞാൻ വെച്ചിട്ടില്ല. ഞാനിപ്പം ഡയറക്റ്റ് ഫ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത്. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഈ ചിക്കൻ മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഗ്രേവി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഗ്രേവി നമുക്ക് ഇപ്പം ആവശ്യമില്ല, നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ചിക്കൻ മാത്രം ഒന്ന് പൊരിച്ചെടുക്കുന്നതാണ്. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കാം. പിന്നെ ഈ ഒരു കറി ഉണ്ടല്ലോ ശരിക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നോർമലി നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഉള്ളി തക്കാളി ഒന്നും ഇടാത്തതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയ പണിയൊന്നുമില്ല. ആ മസാല റെഡിയാക്കി ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്ന നേരം മാത്രമേ വേണ്ടൂ ഈ ഒരു കറി ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഞാനിപ്പം 2 സൈഡും കുക്കാക്കി എടുത്തിന്. ഇനി ഈ ഒരു ചിക്കൻ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മുരിച്ചെടുത്തിന്, കണ്ട ഇതുപോലെ ആക്കിയെടുത്തിന്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മളെ ചോയ്സാണ്. ഇനി ഞാനിതിലേക്ക് നമ്മളെ ബാക്കി വന്ന ഗ്രേവി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ലാസ്റ്റാണ് കേട്ടോ. ചിക്കനെല്ലാം ഫുൾ കുക്കായതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത് ആ ബൗളിൽ തന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അന്നേരം തന്നെ നമ്മളെ കറി റെഡി ആവും കേട്ടോ. ഇങ്ങനെ ഓയിലെല്ലാം തെളിഞ്ഞ് വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഞാനിപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കി. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഉണ്ടല്ലോ ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ്. ഇത് ശരിക്കും ചിക്കനൊന്നും വേണ്ട, ഇതിൻ്റെ ഗ്രേവി മാത്രം മതി. നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ എന്ത് വേണമെങ്കിലും കഴിക്കാൻ മസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇനി ചപ്പാത്തിയൊന്നും ഇല്ലെങ്കിലും വെറുതെ ഈ കറി കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാം, ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം. പിന്നെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്സിലൊന്ന് കമൻ്റ് ആയിട്ടും കൂടി അറിയിക്കാം കേട്ടോ. ആൻഡ് താങ്ക് യു, ബൈ ബൈ.